നമസ്കാരം, എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. കോട്ടയത്ത് നിന്ന് വന്ന വാർത്ത ശരിക്കും അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് കോട്ടയത്ത് ഇന്ന് രാവിലെ നമ്മൾ അറിഞ്ഞത്. അതായത് ദമ്പതികളെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കൊലപാതകമാണെന്ന് പ്രാഥമികമായി തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. പല സംശയങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണ്? അന്വേഷണം പുരോഗമിക്കുകയാണ് അല്ലെ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ ഏകദേശം ഒരു 8:45 കൂടിയാണ് ഈ ഒരു കൊലപാതക വാർത്ത പുറം ലോകം അറിയുന്നത്. അതും ജോലിക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ ദാരുണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വീട്ടിലൊരു സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ പ്രായാധിക്യത്തെ തുടർന്നുള്ള അവശതകളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. അതായത് ചെവി കേൾക്കാൻ കുറച്ച് പ്രശ്നമുണ്ട്, കാഴ്ചക്കുറവുണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജോലിക്കാരി പറഞ്ഞതിനു ശേഷമാണ് ഇദ്ദേഹം പോലും തിരിച്ചറിഞ്ഞത് ഇത്തരത്തിലൊരു കൊലപാതകം ഇവിടെ നടന്നു എന്നുള്ളത്. അതായത് ഈ കൊലപാതകം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയും ഇതിനു മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയുമായ അമിത് ആണെന്നുള്ള സംശയമാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നത്. കാരണം ഇയാൾ ഇതിനു മുൻപ് ഇവിടെ നിന്നൊരു ഐഫോൺ മോഷ്ടിച്ച് ഇതിലുണ്ടായിരുന്ന അക്കൗണ്ട് വഴി ഇയാൾ പണമിടപാടുകൾ നടത്തിയിരുന്നു. അപ്പൊ ഇതിന്റെ പേരിൽ ഈ പറയുന്ന വിജയകുമാർ കേസ് കൊടുത്തിരുന്നു. ഈ കേസിനെ തുടർന്ന് ഇത് അന്വേഷണത്തിൽ തെളിയുകയും ഇയാളെ ഈ പറഞ്ഞതുപോലെ കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഇയാള് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതിലുള്ള വൈരാഗ്യം കാരണമാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ള സൂചനയാണ് തൽക്കാലം പുറത്തു വരുന്നത്. പക്ഷെ ഇതിന് പിന്നിൽ മറ്റൊരു സംഭവമുണ്ട്. ഒരു 7 വർഷങ്ങൾക്ക് മുൻപ് ഈ വിജയകുമാറിന്റെ മകൻ ഒരു ആക്സിഡന്റലി നമുക്ക് അതൊരു സൂയിസൈഡ് ആണെന്നോ കൊലപാതകമാണെന്നോ ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു ദുരൂഹമായ ഒരു മരണം സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അതായത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ സംശയാസ്പദമായ കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടായി. അതായത് ഈ ബോർഡ് കട്ട് ചെയ്യുന്ന ഒരു കത്തി ഉപയോഗിച്ചുള്ള മുറിവ് പോലെയാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് സൂയിസൈഡിന്റെ ഭാഗമായി മകൻ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. കാരണം മകനൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ മനോവിഷമത്തിൽ സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് റെയിൽവേ ട്രാക്കിൽ കഴുത്തറുത്ത നിലയിലാണ് കണ്ടെത്തിയതായി പറയുന്നത്. പക്ഷെ കാറിനുള്ളിൽ രക്തം തളം കിട്ടിയ നിലയിലും കൂടിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ദുരൂഹത നിൽക്കുമ്പോൾ വിജയകുമാർ മകന്റെ കേസന്വേഷണത്തിനായി ഈ പറയുന്ന പോലെ CBI സമീപിക്കുന്നു. അവസാനം CBIക്ക് ഈ കേസ് വിടുന്നു. ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന വിജയകുമാറിനെയും ഭാര്യ മീരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതും അതിദാരുണമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വീടിന്റെ പിൻവശത്തെ വാതിലൊക്കെ തകർത്തിരിക്കുന്നത് അമ്മിക്കല്ലുകൊണ്ടാണ് കൊലയാളി വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. മാത്രമല്ല, ഇവരെ ഉപദ്രവിച്ചിരിക്കുന്നത് കോടാലി ഉപയോഗിച്ചിട്ടാണ്. തലയ്ക്ക് പിന്നിൽ മുറിവുണ്ട്. ഇതിൽ ഏറ്റവും ദുരൂഹമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിജയകുമാറിന്റെ മൃതശരീരം കാണുന്നത് ഹാളിൽ എന്തോ ആണ് അല്ലെ, അടുക്കള ഭാഗത്ത്. ഭാര്യയുടെ കാണുന്നത് മുറിയിലാണ്. 2 മൃതദേഹങ്ങളും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ വിജയകുമാറിന്റെ തലയ്ക്ക് പിന്നിൽ ഒരു വലിയ രീതിയിലുള്ള 2 പേരുടെ മുഖം വികൃതമാക്കിയ നിലയിലാണ്. അപ്പൊ കോടാലി കൊണ്ട് ദാരുണമായിട്ടാണ് അവരെ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വൈരാഗ്യത്തോടെ നടത്തിയ ഒരു കൊലപാതകം. അതായത് മുഖം വികൃതമാക്കണമെങ്കിൽ അല്ലെ, ജസ്റ്റ് ഒരു കൊലപാതകം നടത്താൻ വന്ന ആൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലുക പോകുക എന്നൊരു ലക്ഷ്യമായിരിക്കും. പക്ഷെ ഈ കൊലയാളിക്ക് അത് മാത്രമായിരുന്നില്ല. മുഖമൊക്കെ വികൃതമാക്കണമെങ്കിൽ അത്രയും വൈരാഗ്യത്തോടെ അത്രയും ദേഷ്യത്തോടെ ചെയ്തതായിരിക്കാനാണ് സാധ്യത. ഇതിന് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന് പോലീസ് വിചാരിച്ചപ്പോൾ പക്ഷേ നടന്നിരിക്കുന്നത് മറ്റൊന്നായിരുന്നു. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന DVR പ്രതി മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ ഈ വീട്ടിൽ നിന്ന് എന്താണ് ആ സമയത്ത് നടന്നതെന്ന് പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം DVR പ്രതി മോഷ്ടിച്ചാണ് ഇവിടുന്ന് കടന്നു കളഞ്ഞത്. പിന്നെ ഇയാളാണ് പ്രതി എന്ന് ഇതുവരെയും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഇയാളെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി പുരോഗമിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ മകന്റെ മരണവും ഇപ്പൊ ദമ്പതികളുടെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മകന്റെ മരണം ഒരു ദുരൂഹ മരണമായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അതിന് ഹൈക്കോടതി അനുമതി നൽകി CBI അന്വേഷണം തുടങ്ങി. ഒരു കുറ്റപത്രം എന്തോ സമർപ്പിച്ചു അല്ലെ.
എന്തോ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഈ CBI അന്വേഷണം ഒക്കെ ഈ ഒരു കേസിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതെ, മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തും മുമ്പെയാണ് ഈ അച്ഛനും അമ്മയും ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഗൗതമിന്റെ മരണവും കൊലപാതകമാണോ എന്ന സംശയം ഇപ്പോൾ നാട്ടുകാരിലൊക്കെ സജീവമാകുന്നുണ്ട്. കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു വ്യവസായ പ്രമുഖനാണ്. കോട്ടയത്തെ പ്രമുഖമായ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് ഇദ്ദേഹം. അപ്പോ കോടികളുടെ വരുമാനമുള്ള ഒരു വ്യവസായിയാണ്. അപ്പോ അവരുടെ ഒരു മകൾ ഡോക്ടറാണ്, വിദേശത്താണ്. അപ്പോൾ മകനുള്ളത് മരിച്ചുപോയി. അപ്പോൾ മകന്റെ മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നറിയാനായി ആ കുടുംബം നിയമ പോരാട്ടം നടത്തുന്നതിനിടെയാണ് അതിദാരുണമായി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മകന്റെതും ഈ പറയുന്ന കണക്ക് ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകന്റെതും കൊലപാതകമെന്നാണ് ഇപ്പോൾ നാട്ടുകാർ വിശ്വസിക്കുന്നത്. കാരണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് കരുതി CBI അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ അമ്മയും അച്ഛനും അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗൗതമിന് എന്താണ് സംഭവിച്ചെന്നുള്ളത് പുറത്തേക്ക് വരില്ല. ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും ഏകദേശം ഒന്നും എത്താത്ത രീതിയിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഇനി അഥവാ ഗൗതമിനെ കൊലപ്പെടുത്തിയ മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ അസം സ്വദേശിക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തതാണെങ്കിലോ, അയാളെ മുന്നിൽ നിർത്തി ഇവര് മറഞ്ഞിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയതാണെങ്കിലോ, അത് തന്നെയാണ് ആ നാട്ടുകാരും ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, ഇയാളിലേക്ക് ഈ നേരത്തെ ജോലിക്ക് നിന്ന് ഈ വീട്ടുകാരിലേക്ക് ഈ ഒരു സംശയം പോകാൻ കാരണം ഇയാള് ഇവര് മോഷണക്കുറ്റത്തിന് ജയിലിൽ പോകുന്നു, ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കൊലപാതകം നടക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇയാളിലേക്ക് ഒരു സംശയം, അല്ലെ, ഇപ്പൊ ഇത്രയും കാലം ജയിലിൽ കിടത്തിയ ഒരു വ്യക്തിയോട് ഒരു പക തോന്നി കൊലപ്പെടുത്തിയതാകാം എന്ന തരത്തിൽ ഇയാളിലേക്ക് ഒരു സംശയം പോയത് അതുകൊണ്ടാണ്. അപ്പൊ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഈ കൊലപാതകം നടന്നത്. കാരണം വീട്ടിലെ നായ്ക്കളെ പോലും മയക്കി കിടത്തിയിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ടും ആ ചുറ്റുപാടുകൾ അറിയാവുന്നവരും ആ വീട്ടിൽ ആരൊക്കെ ആ സമയത്ത് ഉണ്ടാകുമെന്ന് അറിയാവുന്നവർ തന്നെയാണ്. അത് തന്നെയാണ് ഇയാൾ മുൻ ജീവനക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ സഹായം ചിലപ്പോൾ മറ്റാരെങ്കിലും തേടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇയാളെ മുന്നിൽ നിർത്തി ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് വേറെ ആരെങ്കിലും ആകാം. കാരണം ഗൗതമിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് മാത്രമേ ഈ ഒരു കേസുമായിട്ട് ഇവർ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ കൊലപാതകത്തിന് ഇട്ടുകൊടുത്തത്. കാരണം ഗൗതം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 2017 ജൂൺ 2-ാം തീയതിയായിരുന്നു. അതായത് പുളിമൂട് ജംഗ്ഷനുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പൊ ആ സമയത്ത് ഒരു 8 മണിയോടെയൊക്കെ ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അന്ന് കാത്തിരുന്നെങ്കിലും മകൻ എത്താതായതിനെ തുടർന്ന് ഈ അച്ഛൻ പരാതി പോലീസിൽ നൽകുകയാണ്. ഏകദേശം 8 മണിയോടെ തന്നെ ഈ ഗൗതം മടങ്ങിയെന്നാണ് കൂട്ടുകാരൻ അറിയിച്ചിരുന്നത്. അപ്പൊ അടുത്ത ദിവസമായിരുന്നു ഈ പറഞ്ഞതുപോലെ മൃതദേഹം കണ്ടെത്തിയത്. അതായത് ഇൻക്വസ്റ്റിലടക്കം കഴുത്തിലും നെഞ്ചിലും മുറിവ് വ്യക്തമായിരുന്നു. അതായത് മാരകമായ മുറിവാണ് അതിൽ ഏറ്റിരിക്കുന്നത്. അപ്പൊ ഈ ബോക്സിംഗ് കട്ടിങ് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള മുറിവുകൾ. ഇപ്പൊ കാറിൽ നിറയെ രക്തമുണ്ടായിരുന്നു. അപ്പൊ ഈ മുറിവുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചത്. പക്ഷെ പോലീസ് അപ്പൊ എത്തിയത് ഈ ഗൗതം ആത്മഹത്യ ചെയ്തു എന്നാണ്. കൊലപാതകമല്ല, ആത്മഹത്യയാണ്. കാരണം ഗൗതമിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇതിന്റെ മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് അന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ഈ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് തന്റെ മകനെ ആരോ കൊന്നതാണ്. കാരണം കോടികളുടെ സ്വത്തുക്കളുടെ അവകാശിയാണ്. അപ്പോൾ അത്തരത്തിൽ ഗൗതമിനെ വേറെ ആരെങ്കിലും ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചോ, അല്ലെങ്കിൽ ഗൗതം എന്തെങ്കിലും കണ്ടുപിടിച്ചോ, അപ്പോൾ അതിന്റെയൊക്കെ ഒരു വൈരാഗ്യത്തിൽ ഗൗതമിനെ ചിലപ്പോൾ കൊലപ്പെടുത്തിയതാകാം. ഇതിന്റെ വിശ്വാസത്തിലാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് CBI അന്വേഷണം എത്തിയതോടെ പ്രതികൾ പിടിക്കപ്പെടുമെന്ന് വിജയകുമാർ കരുതിയിരുന്നു. ഈ അന്വേഷണം എവിടെയെങ്കിലും ഒക്കെ എത്തുന്നതിന് മുൻപെയാണ് ഇപ്പോ ഈ പറയുന്ന പോലെ വിജയകുമാറും ഭാര്യ മീരയും ഇപ്പൊ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഒരു ആസൂത്രണ കൊലപാതകം, അതായത് കൊലയാളി നല്ല രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്ത് മയക്കേണ്ടതിനെ മയക്കുന്നു. ഇപ്പൊ അവിടെ ഒരു സുരക്ഷാ ജീവനക്കാരനുണ്ട്, പുള്ളിക്ക് ഒന്നും കേട്ടുകൂടാ, ആ ഒരു രീതിക്ക് എല്ലാം അറിഞ്ഞു വെച്ച് മാത്രമല്ല ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോകുന്നു. അപ്പൊ വലിയ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു കൊലപാതകം ഇന്നലെ തന്നെ സംഭവിച്ചതാണോ അതോ? അതെ, മരണകാരണം സംബന്ധിച്ച് മരണം എപ്പോഴാണ് സംഭവിച്ചത് എന്നതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല.
കാരണം അപ്പൊ ഈ പ്രതി ഇനിയിപ്പോൾ പോലീസിനോട് എന്തൊക്കെ തരത്തിലുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നതെന്ന് വരും മണിക്കൂർ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അപ്പൊ ഈ വേലക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു ഭയാനക കാഴ്ച കണ്ട് അലറി വിളിച്ച് പുറത്തേക്ക് ഓടുന്നു. നാട്ടുകാരെ അറിയിക്കുന്നു, നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു, പോലീസ് വരുന്നു. കോട്ടയം SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തായാലും എന്താണ് സംഭവിച്ചത് ആ വീട്ടിനുള്ളിൽ, പ്രത്യേകിച്ച് ഈ വസ്ത്രമൊന്നും ഇല്ലാതിരിക്കുന്നു. രണ്ടുപേരും കൊല്ലപ്പെട്ടത് രക്തം വാർന്നാണ്. കാരണം മുഖത്തൊക്കെ ആയുധം ഉപയോഗിച്ചാണ് ഇവർ മുറിവുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി എന്നത് സംശയകരമാണ്. കാരണം ആകെ ഈ പറയുന്ന കണക്ക് പ്രായാധിക്യമുള്ള ഒരു സെക്യൂരിറ്റി മാത്രമാണ്. ഇദ്ദേഹം മരണവിവരം അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ. അപ്പൊ വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ നായ മയക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേ തന്നെ ഇവരാരും കാണാതെ തന്നെ ഈ വീട്ടിലേക്ക് ഈ പ്രതി കടന്നിരിക്കാം. ഇതിനുശേഷം ഈ പറഞ്ഞത് കണക്കെ വീട്ടുജോലിക്കാരി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീടിനുള്ളിലേക്ക് കയറുന്നു. തീർച്ചയായിട്ടും ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും തരത്തിൽ ഇവരെ മയക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. കാരണം നിലവിളി ശബ്ദം പോലും പുറത്തേക്ക് അറിഞ്ഞിരുന്നില്ല. ഇവരുടെ മറ്റു ബന്ധുക്കളെ ആരെയും തന്നെ ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ പ്രതി ഈ വീടിനുള്ളിലേക്ക് കടന്നത്. പക്ഷേ ഈ പ്രതിയുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നതൊക്കെ ഇനി വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റില്ലേ, ഈ ഒരു CCTV ദൃശ്യങ്ങൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു ബുദ്ധി, അതായത് വലിയ ബുദ്ധി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ നിർണായകമായി മാറുമല്ലോ ഏത് കേസിനെ സംബന്ധിച്ചും. അപ്പൊ അത് നശിപ്പിച്ചത് ഒരു വലിയൊരു മാസ്റ്റർ മൈൻഡ് തന്നെയാണ് ഇവിടെ ഈ ഒരു കൊലയാളിയുടേത്. അപ്പോ അത്തരത്തിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അത്രയും അതിബുദ്ധി കാണിച്ച ആ കൊലയാളി ആരാണ്, എന്താണ് ആ വീട്ടിനുള്ളിൽ സംഭവിച്ചത്, ആ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഒക്കെ കൊലയാളിയെ കണ്ടെത്താനാകും, കാരണം കണ്ടെത്താനാകും എന്ന് തന്നെയാണ്. ഈ അസം സ്വദേശി എന്തായാലും ഇപ്പൊ കസ്റ്റഡിയിൽ തന്നെയാണ്. പിന്നെ ഇയാളാണോ കൊലപാതകി എന്ന് പോലീസ് ഇതുവരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. കാരണം മറ്റാരെങ്കിലും സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ, അതല്ല ഇയാൾ തന്നെയാണോ ഇതിന് പിന്നിൽ എന്നത് ഉറപ്പിക്കണം. എന്തായിരുന്നാലും ഇയാൾ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ ഇവിടെ നിന്നും മാറ്റിയിട്ടുള്ളത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൊലയാളിയോ? അതെ, കൊലയാളിയാണ് എന്ന് ഇപ്പൊ താൽക്കാലികമായിട്ട് പോലീസ് സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. ഈ അസം സ്വദേശിയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം CCTV ദൃശ്യങ്ങൾ ആ DVR ഇവിടെ നിന്ന് മിസ്സിംഗ് ആണ്. അത് ഈ പ്രതി തന്നെ ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പൊ വരും മണിക്കൂറുകളിൽ മാത്രമേ ഇയാൾ തന്നെയാണ് പ്രതി അല്ലെങ്കിൽ കൊലപാതക കാരണം, അതിനൊരു മോട്ടീവ് ആയിരുന്നത് ഈ പറഞ്ഞ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യമാകാം, അതൊക്കെ വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അപ്പോഴും ഗൗതം എങ്ങനെ മരിച്ചു അല്ലെങ്കിൽ ഗൗതം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ ഇതിനുള്ള ഈ ഒരു സംഭവത്തിന് പിന്നിലെ കരങ്ങളെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.